നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഫോഴ്സസ് ആൻഡ് ഫോഴ്സ് സിസ്റ്റം. ഫോഴ്സസ് ആൻഡ് ഫോഴ്സ് സിസ്റ്റം. ഫോഴ്സ് എന്താണെന്ന് നമ്മൾ 12th ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്ററും കുറേ പ്രോബ്ലംസും ഒക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോഴ്സുകൾ എന്താണെന്ന് നമ്മൾ ഈ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നു. എല്ലാ സെക്ഷനിലും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോഴ്സുകളുടെ ഡിഫറെൻറ്റ് എഫക്ട്സ് എന്താണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കാം. സോ ഈ ഫോഴ്സിന്റെ എഫക്ട്സ് നമ്മൾ ആദ്യം ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫക്ട്സ് ഓഫ് എ ഫോഴ്സ്. സോ ഫോഴ്സിന്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എൻ ഏജന്റ് വിച്ച് കോസസ് എൻ ഒബ്ജക്ട് ടു ബി ഇൻ റെസ്റ്റ് ഓർ ഇൻ കണ്ടിന്യൂസ് മോഷൻ. അല്ലേ? ഒരു ഉരുണ്ടോണ്ടിരിക്കുന്ന ഒരു ബോൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ ആ ഒരു ബോളിനെ നിർത്തണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇതല്ല, സ്റ്റിൽ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ബോളിനെ നമുക്ക് മൂവ് ചെയ്യിക്കാനും എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. സോ ഇറ്റ് ഈസ് എൻ ഏജന്റ് വിച്ച് കോസസ് എ ബോഡി ടു ബി ഇൻ മോഷൻ ഓർ to continue in its state of uniform motion ആണല്ലോ. സോ അങ്ങനെയുള്ള ഒരു ഏജന്റ് ആണ് ഈ പറയുന്ന ഫോഴ്സ്. സോ അതിന്റെ എഫക്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കും? ഇറ്റ് മേ ബാലൻസ് ദ ഫോഴ്സസ്. ഓക്കെ, ഇറ്റ് മേ ബാലൻസ് ദ ഫോഴ്സസ്. ചിലപ്പം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വഴി അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫോഴ്സസിനെ നമുക്ക് ചിലപ്പം ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ഒരു റോളിംഗ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ ഇംബാലൻസ്ഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം അതിനെ ബാലൻസ് ചെയ്യുന്നതിന് ചിലപ്പോൾ നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതിയാവും. ദെൻ ഇറ്റ് മേ ബ്രിങ് മോഷൻ. ഓക്കെ, അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ഒബ്ജക്റ്റിൽ റെസ്റ്റിൽ ഇരിക്കുവാണെങ്കിൽ അതിൽ നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? അതിന് നമുക്ക് ഒരു മൂവ്മെന്റിലോട്ടാക്കാൻ പറ്റും. ഇനി അതല്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനാണെങ്കിലും നമുക്കതിനെ റെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ദെൻ തേർഡ് എന്ന് പറയുന്നത് ഇറ്റ് മേ ചേഞ്ച് സൈസ് ഓർ ഷേപ്പ് ഓഫ് എൻ ഓബ്ജക്റ്റ്. ഓക്കെ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരു ഒബ്ജക്റ്റിന്റെ സൈസിനും ഷേപ്പിനും വ്യത്യാസം വരും. ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ വേണ്ട, അല്ലേ? നമുക്ക് തന്നെ അറിയാം, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണാറുണ്ട്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ചില ഒബ്ജക്ട്സിനെ നമുക്ക് കംപ്രസ് ചെയ്യിക്കാൻ പറ്റും. അതിന്റെ ഷേപ്പിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്താൻ പറ്റും. സോ ഇത്രയാണ് എഫക്ട്സ് ഓഫ് എ ഫോഴ്സ്. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ് നോക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ്. ഈ ഫോഴ്സിന് ക്യാരക്ടറിസ്റ്റിക്സ് 4 പോയിന്റ് ഉണ്ട്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവണം? ഫസ്റ്റ് വൺ, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം. ദെൻ ഡയറക്ഷൻ ഉണ്ടാവണം. ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു എന്ന് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ദെൻ സെൻസ് ഉണ്ടാവണം. സെൻസ് എന്ന് പറയുന്നത് അതൊരു പുൾ ഓർ പുഷ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഫോർത്ത് വൺ, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ ഫോഴ്സ് എന്ന് പറയുന്ന ഒരാൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ? ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇങ്ങനെ ഒരു ഫോഴ്സിനെ മാർക്ക് ചെയ്തിരിക്കുകയാണ് 5 ന്യൂട്ടൺ. ഓക്കെ, സോ ഇത് 5 ന്യൂട്ടൺ ഫോഴ്സ്. അപ്പോൾ ഈ 5 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡായി. ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ഇൻക്ലിനേഷൻ, അപ്പം ഡയറക്ഷനായി. ദെൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എയിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. അപ്പം ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, അതായത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, അതായത് ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് പുൾ ഓർ പുഷ് എന്ന്. ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിലോട്ട് നമുക്ക് ഇങ്ങനെ 2 രീതിയിൽ ഫോഴ്സിനെ മാർക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ ഓബ്ജക്ട്. അതിന് നമുക്കൊരു കംപ്രസീവ് ഫോഴ്സ് എന്നും പറയാം. ഓക്കെ, കംപ്രസീവ് ഫോഴ്സ് എന്നും പറയാം. ഇനി അതല്ല, ഒരു ഒബ്ജക്റ്റിനെ വലിച്ചുകൊണ്ട് പോകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇലോങ്ങേഷന് റീസൺ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെൻസൈൽ ഫോഴ്സ് എന്നും പറയാം. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പുൾ ഓർ പുഷ് എന്ന് എഴുതിയത്. അപ്പം പോയിന്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആരോയുടെ ഡയറക്ഷൻ മാറ്റിയിട്ടു. നോക്കി, ഇവിടെയും നമ്മൾ ആരോയുടെ ഡയറക്ഷൻ ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഈ സെൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ ഒരു ഫോഴ്സ് 5 ന്യൂട്ടൺ എവിടെ ആക്ട് ചെയ്യുന്നത്? പോയിന്റ് ഓയിൽ ആക്ട് ചെയ്യുന്നു അറ്റ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. അപ്പം ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോഴ്സിന്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ക്ലിയർ ആയി മാർക്ക് ചെയ്തുള്ളൂ. ഇനി ഇതില് ഈ പറയുന്ന ഒരു ആക്സിസിൽ നിന്നാണ് തീറ്റ ഇൻക്ലിനേഷൻ എടുത്തിരിക്കുന്നത്. സോ ഈ ആക്സിസിനെ നമുക്ക് റെഫറൻസ് ആക്സിസ് എന്ന് പറയാം. ഓക്കെ,
ഇത് ദെൻ 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനെ നമുക്ക് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയാം. ഈ ഒരു ടേം നമുക്ക് പ്രോബ്ലത്തിൽ അവിടെ ഇവിടേക്ക് ഇടയ്ക്ക് മെൻഷനിങ് വരുന്നുണ്ട്. സോ ലൈൻ ഓഫ് ആക്ഷൻ, അതുപോലെ റെഫറൻസ് ആക്സിസ്. ഈ തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡയറക്ഷൻ ആയിരുന്നു ഇല്ലേ? വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ആക്സിസ് ഇത്രയും ഡയറക്ഷൻ ഇൻക്ലിനേഷനിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. ദെൻ അപ്പം ഡയറക്ഷനായി, ലൈൻ ഓഫ് ആക്ഷൻ എന്താന്ന് നമ്മൾ കണ്ടു, റെഫറൻസ് ആക്സിസ് എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലാക്കി. അതുപോലെ ഈ ഒരു പാർട്ട് എന്താ തന്നിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഒരു ഫോഴ്സിനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഫോഴ്സുകളെ റെപ്രസെന്റ് ചെയ്ത് കാണുന്നത്. ഓക്കെ, അപ്പം ഈ 5 ന്യൂട്ടണിൽ 5 എന്താണ് നമുക്ക് മനസ്സിലായി. ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലെ? സോ ഈ ഫോഴ്സിന്റെ യൂണിറ്റ് പല രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ഇതന്നെ പഠിച്ചിട്ടുണ്ട്. CGS സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്, MKS ഉണ്ട്, SI യൂണിറ്റ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വേണം. നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ മെക്കാനിക്സിൽ കൂടുതലും ഡീൽ ചെയ്യുന്നത് SI സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. CGS യൂണിറ്റിലെ ഫോഴ്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ ഡൈൻ എന്ന് പറയുന്ന ഒരു പേരും പറയാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ദെൻ MKS സിസ്റ്റം ആണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി SI യൂണിറ്റിലാണെങ്കിൽ ഇതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ന്യൂട്ടൺ എന്നും റെപ്രസെന്റ് ചെയ്യും. സോ ഈ കൺവേർഷനും ഈ ഒരു സിസ്റ്റമൊക്കെ നിങ്ങൾ +2 ലെവലിലും പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പം ഫോഴ്സും ഫോഴ്സ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ നോക്കി, എഫക്ട്സ് ഓഫ് എ ഫോഴ്സ് നമ്മൾ നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോഴ്സ്, അതിൽ ഓരോ ടേമും നമ്മൾ നോക്കി, അതിൻ്റെ സെൻസും ഡയറക്ഷനും ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫിഗർ വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ നോക്കി. ഓക്കെ, സോ നമ്മൾ ഫോഴ്സ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കി, ദെൻ ഫോഴ്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി നമുക്ക് ഫോഴ്സ് സിസ്റ്റം, അതായത് പല രീതിയിൽ ഈ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യാം. ഇതിനെ സിമ്പിളായിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ടേംസ് ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ ഈ ക്ലാസിഫിക്കേഷൻസിൽ ഫസ്റ്റ് വരുന്നത് കോപ്ലാനാർ ഫോഴ്സസ് ആൻഡ് നോൺ കോപ്ലാനാർ ഫോഴ്സസ്. കോപ്ലാനാർ ഫോഴ്സസ് ആൻഡ് നോൺ കോപ്ലാനാർ ഫോഴ്സസ്. എന്താണ് ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയ, XY Z പ്ലെയിൻസ് ഉണ്ട്. അതിൽ എല്ലാ ഫോഴ്സുകളും ഒരു പ്ലെയിനിൽ തന്നെ ആക്ട് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ കോപ്ലാനാർ, ഒരേ പ്ലെയിനിൽ, കോ മീൻസ് കൂടെ, പ്ലെയിൻ മീൻസ് ഒരേ പ്ലെയിനിൽ. സോ ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയാം. അതുപോലെ നോൺ കോപ്ലാനാർ ഫോഴ്സസ് എന്തായിരിക്കും? ഡിഫറെൻറ്റ് പ്ലെയിൻസിലാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ കോപ്ലാനാർ ഫോഴ്സസിന് തന്നെ വീണ്ടും ഡിവിഷൻസ് ഉണ്ട്, സബ് ഡിവിഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് എമംഗ് ദം ഈസ് കൊളീനിയർ. കൊളീനിയർ മീൻസ് ഒരേ ലൈനിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഓക്കെ, ഒരു സെയിം ലൈനിൽ തന്നെയാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്, ബട്ട് ദേ ആർ അറ്റ് ദ സെയിം ടൈം കോപ്ലാനാർ. ഒരേ പ്ലെയിനിൽ ഒരേ ലൈനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ collinear coplanar forces. Then second category is concurrent forces. Concurrent means acting at the same point. Acting at the same point ആണെങ്കിൽ we call it as concurrent forces. Then next category non-concurrent forces. Non-concurrent forces. And the last class category is parallel forces. Okay, so coplanar forces in 4 subdivisions: collinear, concurrent, non-concurrent and parallel forces. ഇതിൻ്റെ ഫിഗേഴ്സും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും ഇതെന്താണ് ഓരോ കാറ്റഗറിയും കൊണ്ട് മീൻ ചെയ്യുന്നത്. Then non-coplanar forces ഉണ്ട്. So non-coplanar means they are not acting at the same plane. So different planesൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ട്. ആ non-coplanar ഫോഴ്സസിന് പക്ഷേ ബാക്കിയുള്ള 3 കാറ്റഗറിയിൽ വരുള്ളൂ. അതായത് കൺകറൻറ്റ്, and non-concurrent. Okay, so then concurrent forces, non-concurrent forces and parallel forces. Okay, so coplanar forces in 4 subdivision, non-coplanar forces in again
3 subdivision. So if all the forces are acting along the same line in the same plane, we call it as collinear coplanar. Same point of application in the same plane, we call it as concurrent coplanar. Different point of application but in the same plane, we call it as non-concurrent coplanar. Then same plane il thanne parallel act cheyanengil parallel coplanar. Then non-coplanar forces in concurrent non-coplanar, that is the different planes of action but acting at the same point ആണെങ്കിൽ non-concurrent non-coplanar, അതുപോലെ non-concurrent non-coplanar, parallel non-coplanar. Okay. So next ഒരു ഇമേജ് ആകുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും എന്തൊക്കെയാണ് ഈ കൊളീനിയർ കോപ്ലാനർ. സോ കൊളീനിയർ ഫോഴ്സ് മീൻസ് ആക്ടിങ് ഇൻ ദ സെയിം along the same line of action but in the same plane. Okay, so forces എല്ലാം same ലൈനിലാണ് ആക്ട് ചെയ്യുന്നത് but they are at the same plane. Second category എന്തായിരുന്നു? Concurrent coplanar. Concurrent means they are acting at the same point in the same plane. Okay, so forces എല്ലാം same പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് but in the same plane ആണെങ്കിൽ concurrent coplanar. Then non-concurrent coplanar ആണ് different point of application. പല സ്ഥലത്താണ് അപ്ലൈ ചെയ്യുന്നത് but in the same plane. Similarly, parallel coplanar ആകുമ്പോഴത്തേക്കും ഫോഴ്സുകളെല്ലാം ഒരേ പ്ലെയിനിൽ തന്നെയാണ് ബട്ട് പാരലൽ ആയിട്ടാണ്, എല്ലാം ഒരേ പോയിന്റിലല്ല ആക്ട് ചെയ്യുന്നത് ബട്ട് ഇൻക്ലിനേഷൻ സെയിം ആണ്, എല്ലാം പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Similarly, non-coplanar forces in the different category, concurrent non-coplanar. So, different plane of action but at the same point. Non-concurrent non-coplanar, different points of application but along different planes. Similarly, parallel non-coplanar parallel forces ആണ് but not in the same plane. Okay, so ഈ ഒരു കാറ്റഗറി അറിഞ്ഞിരിക്കാൻ മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ. നമുക്ക് പ്രോബ്ലംസ് വരുന്നത് വേറെ ടേംസിൽ, അതായത് ഇപ്പം സ്ട്രിങ്സിൻ്റെ കേസിലായാലും പുള്ളിയുടെ കേസിലായാലും ഇങ്ങനെ പല കേസസിലാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു കാറ്റഗറി അറിഞ്ഞിരിക്കുക. പ്രോബ്ലംസ് നമുക്ക് ഈ കോപ്ലാനാർ ഫോഴ്സസ് അങ്ങനെ ഒരു ഡെഫിനിഷൻ ചിലപ്പം തരണമെന്നില്ല, ബട്ട് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ പ്രോബ്ലം വരുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു കാറ്റഗറി ക്ലിയറായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രോബ്ലം ഏത് രീതിയിൽ ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതായിരുന്നു ക്ലാസിഫിക്കേഷൻസ്. അപ്പം നമ്മൾ ഫോഴ്സസിൻ്റെയും ഫോഴ്സ് സിസ്റ്റത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ നോക്കി. നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ള നെക്സ്റ്റ് കാറ്റഗറി, അതായത് കോപ്ലാനാർ ഫോഴ്സസിൻ്റെ കുറച്ച് കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സസിൻ്റെ കുറച്ച് അധികം കാര്യങ്ങളിലോട്ട് നമുക്ക് കുറച്ച് ഡെപ്തിലോട്ട് പോകണം. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. നമ്മൾ ബേസിക് കൺസെപ്റ്റ് പഠിച്ചപ്പോൾ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ട്രയാങ്കിൾ ലോ, പാരലലോഗ്രാം ലോ, ഇങ്ങനെ കുറച്ച് ലോസ് നോക്കി. അതിൽ പാരലലോഗ്രാം ലോ കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സിന് ഒരു എക്സാമ്പിളാണ്. സോ കോപ്ലാനാർ മീൻസ് സെയിം പ്ലെയിൻ. സോ ഞാനിപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ഫോഴ്സുകൾ, ലെറ്റ് ദാറ്റ് ഫോഴ്സസ് ബി പി ആൻഡ് ക്യൂ ആക്ടിങ് അറ്റ് എ പോയിൻറ്റ് ഒ. ഈ രണ്ട് ഫോഴ്സുകൾ കൺകറൻ്റ് ആണോ, ഒരേ പോയിന്റിലാണോ ആക്ട് ചെയ്യുന്നത്? ആണ്. ഇത് സെയിം പ്ലെയിനിലാണോ? ആണ്. ഞാൻ നോക്കിയേ, ഈ ഒരു കൺസിഡർ ചെയ്യുന്ന ഈ സെയിം പ്ലെയിനിലാണ് ഈ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. സോ ദേ ആർ coplanar concurrent forces. So these two forces, let it be P and Q. Parallelogram law എന്താ പറയുന്നത്? If we are representing two forces along the sides of a parallelogram, then the resultant or the diagonal will give the resultant of these two forces. So രണ്ട് ഫോഴ്സിന് ഒരു പാരലോഗ്രാമിൽ രണ്ട് സൈഡായിട്ട് വരച്ചാൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് എന്ത് തരും? ഇതിൻ്റെ ഡയഗണൽ നമുക്ക് എന്ത് തരും? റിസൾട്ടൻ്റ് തരും. സോ ഈ ലോ നമ്മൾ പ്രൂവ് ചെയ്യാനുണ്ട്. സോ ആ തിയറം സെൻറ്റൻസ് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് അതുപോലെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ പ്രൂഫിലോട്ട് നോക്കാം. ഓക്കെ, സോ ആസ് ദ സ്റ്റേറ്റ്മെൻറ്റ് സേസ്, നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഡയമെൻഷൻസ് ആയിട്ട് ഫോഴ്സ് പി ആൻഡ് ഫോഴ്സ് ക്യൂ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ഞാൻ അതിനെ ഒരു പാരലോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്ത് വരച്ചു, ഫിഗർ മാറ്റിയത് വരച്ചു. സോ ഈ ഒരു സൈഡ് ക്യൂ ആണെങ്കിൽ ഒബ്വിയസ്ലി ദിസ് സൈഡ് വിൽ ഓൾസോ ഈക്വൽ ടു ക്യൂ.
from the geometry of this figure, we can say that as this dimension is equal to Q, this will also be equal to Q. Then, ഈ ഒരു ഫിഗറിൽ നിന്നും നമുക്ക് എപ്പോഴും ട്രയാങ്കിൾസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫിഗറിനെ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം ട്രയാങ്കിൾസിൻ്റെ ഡയമെൻഷൻസ് ഇപ്പം ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ബാക്കി സൈഡുകൾ കണ്ടുപിടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ നിന്നും ഇതിനെ ഒരു ട്രയാങ്കിളിന് എവിടെ നിന്നെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ സിമ്പിളാവും. സോ നോക്കിയേ, ഞാനിവിടെ ഈ ഒരു ട്രയാങ്കിളിനെ ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ഐ എം നെയിമിംഗ് ദിസ് പാരലോഗ്രാം ആസ് OACB എന്ന് നെയിം ചെയ്തു. ആൻഡ് ഐ ഹാവ് എക്സ്റ്റെൻഡഡ് ദിസ് ലൈൻ ടു D. സോ ട്രയാങ്കിൾ ODC കൺസിഡർ ചെയ്യുക. Triangle ODC. Then I can say that OC square is equal to OD square plus CD square. OD square plus CD square. Why? Because this is a right triangle. Right triangle നമുക്കറിയാം hypotenuse square is equal to base square plus height square. So അത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടേംസിൽ മാറ്റി എഴുതി. What is OC? From this figure it is visible. OC is equal to R. സോ ആർ സ്ക്വയർ റിസൾട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? റിസൾട്ടൻ്റ് ആണ് തരുന്നത്. സോ ഓക്കെ, ആറിൻ്റെ ടേംസിൽ എഴുതി. സോ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു വാട്ട് ഈസ് OD? ഇതിൻ്റെ രണ്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? OA പ്ലസ് AD എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. OA പ്ലസ് AD ദ ഹോൾ സ്ക്വയർ പ്ലസ് വാട്ട് ഈസ് CD? വാട്ട് ഈസ് ദ വാല്യൂ ഫോർ CD? ഈ ഒരു ട്രയാങ്കിൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ സോ DC, let this point be A. ഈ രണ്ട് ഇൻക്ലിനേഷൻ, ഈ രണ്ട് പിയും ക്യൂവും ആക്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ക്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. സെയിം ക്യൂവിനെ തന്നെയാണ് നമ്മൾ ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നത് അല്ലേ, പാരലോഗ്രാമിൻ്റെ നെക്സ്റ്റ് സൈഡ്. സോ ദിസ് ആംഗിൾ വിൽ ഓൾസോ ബി ഈക്വൽ ടു തീറ്റ. സോ ഈ ഒരു ട്രയാങ്കിളിൽ ഇൻക്ലിനേഷൻ തീറ്റയാണ്, ദിസ് ഫോഴ്സ് ഇസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് ഹൊറിസോണ്ടൽ വാല്യൂ AD ആൻഡ് വാട്ട് ഈസ് ദിസ് വെർട്ടിക്കൽ വാല്യൂ DC? നമ്മൾ നേരത്തെയും ട്രയാങ്കിളിനെ റിസോൾവ് ചെയ്തപ്പോൾ പറഞ്ഞു ക്യൂ കോസ് തീറ്റ ആയിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ക്യൂ സൈൻ തീറ്റ ആയിരിക്കും വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആണല്ലോ. സോ ഇവിടെ CD-ക്ക് പകരം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്യൂ സൈൻ തീറ്റ എന്ന ടേംസിൽ എഴുതാം. സോ ദിസ് വിൽ ബി ക്യൂ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇനി വാട്ട് ഈസ് OA? OA എന്ന് പറയുന്ന കമ്പോണൻറ്റ് എന്താണ്? നമ്മൾ ഫോഴ്സ് P ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ OAക്ക് പകരം P മാറ്റി എഴുതി. വാട്ട് ഈസ് AD? എഗെയിൻ ആ ട്രയാങ്കിൾ നോക്കി AD എന്ന് പറയുന്നത് ക്യൂ കോസ് തീറ്റ ദെൻ ഹോൾ സ്ക്വയർ പ്ലസ് ക്യൂ സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇതിലുള്ള ടേംസിനെ നമുക്ക് മാറ്റി എന്ത് ചെയ്യണം? ആർ സ്ക്വയറിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ ആറിൻ്റെ ടേമിൽ ഒരു ഫോർമുല മാറ്റി എഴുതണം. സോ ഈ ഒരു ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. A പ്ലസ് B ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ കിടക്കുവാണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. So here it will be P square plus 2PQ cos theta plus Q cos theta യുടെ സ്ക്വയർ ആണ്. സോ Q സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് Q സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പാർട്ടിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. P സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ പ്ലസ് Q സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് Q സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിനെ രണ്ടിനും കൂടി ചേർത്ത് നമുക്ക് എന്ത് എഴുതാം? ക്യൂ സ്ക്വയർ എന്ന് എഴുതാം. എന്തുകൊണ്ട്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ഞാൻ ഈ സ്റ്റെപ്പിന് ഒന്നും കൂടെ മാറ്റി എഴുതി നമുക്കത് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിന് എന്ത് എഴുതാം? P സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ പ്ലസ് Q സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് രണ്ടും ചേർത്ത് എന്താണ്? 1 ആണ്. ഇത് നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസിലും കൺസെപ്റ്റ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. സോ ഇതെന്തായി? P സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ പ്ലസ് Q സ്ക്വയർ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്തുണ്ട്? R സ്ക്വയർ ഉണ്ട്. ഞാൻ ആറിൻ്റെ ടേമിൽ എഴുതുവാണെങ്കിൽ ബാക്കിയുള്ള പാർട്ടിനൊപ്പം സ്ക്വയർ റൂട്ട്. സോ ദിസ് ഈസ് നോൺ ആസ് പാരലോഗ്രാം ലോ. സോ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? P സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ പ്ലസ് Q സ്ക്വയർ കണ്ടുപിടിച്ച് അതിൻ്റെ റൂട്ട് എടുത്താൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, കാരണം റിസൾട്ടൻ്റ് എന്ന് പറയുന്നതും ഒരു ഫോഴ്സ് ആണ്. അതായത്
പി ക്യു എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ഇതുപോലെ ഒരു തീറ്റ ഇൻക്ലിനേഷനിൽ ആക്ട് ചെയ്തപ്പോഴുണ്ടാകുന്ന നെറ്റ് എഫക്റ്റ്, ഈ രണ്ട് ഫോഴ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ ഒരു നെറ്റ് എഫക്റ്റ് ഒറ്റ സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ റിസൾട്ടന്റ് എന്ന് പറഞ്ഞു. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, നമുക്ക് എന്തും കൂടെ വേണം, റിസൾട്ടിന്റെ ഡയറക്ഷൻ കൂടെ വേണം. വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും എത്ര ഇൻക്ലിനേഷനിലാണ് ഈ റിസൾട്ടന്റ് മാർക്ക് ആക്ട് ചെയ്യുന്നത്. ലെറ്റ് ദർ ആംഗിൾ ബി ആൽഫ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആൽഫ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ആൽഫ ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രയാങ്കിൾ ഞാൻ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഒ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നെ വീണ്ടും കൺസിഡർ ചെയ്തു. ആൽഫ വാല്യൂ കണ്ടുപിടിക്കണം. ടാൻ ആൽഫ എടുക്കുവാണ്. സോ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, ട്രയാങ്കിൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡി. ഓക്കെ, സോ സി ഡി എന്ന് പറയുന്ന വാല്യൂ എന്തായിരുന്നു, ആ റൈറ്റ് ട്രയാങ്കിളിലെ വേർട്ടിക്കൽ ഹൈറ്റ്. സോ വീണ്ടും ഒന്നുകൂടെ നോക്കിയേ, സോ ക്യൂ എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, തീറ്റ ഇൻക്ലിനേഷനിലാണ്. സോ ഈ വേർട്ടിക്കൽ വാല്യൂ ക്യൂ സൈൻ തീറ്റ. ഇതെങ്ങനെ എടുക്കുകയാണെന്നൊക്കെ നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ സെയിം, നേരത്തെ അങ്ങനെ എടുത്തു ഇപ്പോഴിങ്ങനെ എടുത്ത് ഇതെങ്ങനെയാ കൺഫ്യൂഷൻ അങ്ങനെയൊന്നും വരുത്തരുത്, ക്ലിയർ ആക്കുക. ക്ലോസിങ് സൈഡിലോട്ട് കോസ് ആണ്, മറ്റേ സൈഡിലോട്ട് സൈൻ. ഓക്കെ, ഇവിടെ ക്ലോസിങ് സൈഡിലപ്പം ഹൊറിസോണ്ടൽ സൈഡിലോട്ടാണ് ഇത് വന്ന് ക്ലോസ് ചെയ്യുന്നത്, അവിടെയാണ് കോസ് കമ്പണന്റ് വരാൻ, വെർട്ടിക്കൽ കമ്പണന്റ് സൈൻ. സോ ക്യൂ സൈൻ തീറ്റ എഴുതി. നെക്സ്റ്റ് ഡിനോമിനേറ്ററിൽ ഒ ഡി. ഒ ഡി എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ ഡി. Okay, so Q sin theta by, what is OA? Figure നോക്കിയേ, OA എന്ന് പറയുന്നത് എന്തായിരുന്നു, ഫോഴ്സ് P. Then AD എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആ ചെറിയ ട്രയാങ്കിളിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണോ അതെന്ന് പറയുന്നത് Q cos theta. So tan alpha is equal to Q sin theta by P plus Q cos theta. ആൽഫ എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും, tan inverse Q sin theta by P plus Q cos theta. So നമ്മൾ രണ്ട് ഫോർമുലകൾ ഇവിടെ നിന്ന് പഠിച്ചു. പാരലോഗ്രാം ലോയിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയും ആൽഫ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും. ഇനി തന്നിരിക്കുന്ന ഫോഴ്സുകളും ആ ഫോഴ്സുകൾക്കിടയ്ക്കുള്ള ആംഗിൾ തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം, ആൽഫ കണ്ടുപിടിക്കാം, അതുപോലെ റിസൾട്ടന്റ് വാല്യൂവും കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ ഡിഫറെന്റ് കേസസ് വരും. കേസസുകൾ എന്താ, തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ എത്ര വരും, 90 ആകുമ്പോൾ എത്ര വരും എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് കേസസ്. ഓക്കെ, സോ ഫോർമുലയായി ആൽഫയായി ഡെറിവേഷൻ ഒന്നും ബുദ്ധിമുട്ടാനില്ല, നമുക്ക് പാരലോഗ്രാമിന്റെ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തന്നിരിക്കുന്ന ആംഗിൾ എടുക്കുക. ഇപ്പം നമ്മൾ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതുപോലെ എപ്പോഴും കാണാറുള്ളത്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ എന്നൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ നമുക്കിവിടെ ഈ ഒരു ഫിഗേഴ്സിലൊക്കെ ഏത് ട്രയാങ്കിൾ ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി, അതിനനുസരിച്ച് നമ്മൾ പ്രൂഫിലോട്ട് അങ്ങ് പൊക്കോളും. ഓക്കെ, സോ ക്ലിയർ. ട്രയാങ്കിൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്, അല്ലാതെ ഇവിടെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ദെൻ സൈനും കോസ് എടുക്കുന്നത് എടുത്തു, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ടന്റ് ആറിൻ്റെയും ആൽഫയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് കേസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ പാരലോഗ്രാമിന്റെ പ്രൂഫ് എന്താണെന്ന് നോക്കി, സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന 2-3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ദെൻ അതിൽ നിന്ന് നമ്മൾ റിസൾട്ടന്റ് ആറിനുള്ള ഒരു ഫോർമുലയും, പിന്നെ നമ്മൾ ആൽഫ, അതായത് റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ പോസിറ്റീവ് ആക്സിസ് പ്ലസ് പോസിറ്റീവ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനുള്ള വാല്യൂ ആൽഫയും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ആ ഫോർമുല ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കേസസ് വരുന്നുണ്ട്. സോ കേസ് 1 എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഫോർമുല എന്താണ്, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ റിസൾട്ടന്റിന്റെ ഫോർമുല. ഇതിൽ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആകുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് കേസ് 1. ഓക്കെ, സോ ഫോർമുല നോക്കിയേ, പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയറിൽ കോസ് തീറ്റയുടെ വാല്യൂയിൽ തീറ്റ 0 ആവുകയാണെങ്കിൽ കോസ് 0 എന്താണ്, കോസ് 0 1 ആണ്. സോ ഫോർമുല എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് 0 ഞാൻ നേരത്തെയും പറഞ്ഞു 1 ആവും പ്ലസ് ക്യൂ സ്ക്വയർ. സോ ഇറ്റ് വിൽ ബിക്കം പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ. ഇതെന്ന് പറയുന്ന ആരാണ്, പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പം അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും ആൻസർ പി പ്ലസ് ക്യൂ.
തീറ്റ 0 ആണെങ്കിൽ റിസൾട്ടിന്റെ വാല്യൂ പി പ്ലസ് ക്യൂ എന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഫോർമുല മെയിൻ അത് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പി പ്ലസ് ക്യൂ. സിമിലർലി കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? തീറ്റയുടെ വാല്യൂ 180 ആകുമ്പോൾ. സോ കേസ് 2 തീറ്റയുടെ വാല്യൂ 180 ആകുന്ന സമയത്ത് R is equal to root of p square plus 2pq cos 180 plus q square cos 180. Cos 0 1 ആണെങ്കിൽ cos 180 minus 1. So this will become p square minus 2pq plus q square. So it will become p minus q p minus q the whole square അതിൻ്റെ റൂട്ട്. So finally we will get p minus q. ഇതെന്താ അപ്പം മീൻ ചെയ്യുന്നേ? രണ്ട് ഫോഴ്സുകൾ P ആൻഡ് Q 0 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന കേസ് ഇതെങ്ങനെയാ വരുന്നേ? P ആൻഡ് Q ഒരേ ഡയറക്ഷനിൽ ആക്റ്റീവ് ആണ്, അതിനിടയ്ക്കുള്ള ആംഗിൾ 0 ആവുക മീൻസ് ദേ ആർ കൊളീനിയർ ഫോഴ്സസ്. ഇങ്ങനെയാണെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? P പ്ലസ് Q. രണ്ട് ഫോഴ്സ് ഒരേ പോയിന്റിൽ കൂടെ, ഒന്നുകിൽ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്. സോ ആ പോയിന്റിൽ കൂടെ രണ്ട് ഫോഴ്സുകൾ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി P പ്ലസ് Q. ഇവിടെ എന്താ കേസ്? ആംഗിൾ 180 ഡിഗ്രി. സോ ആദ്യത്തെ ഫോഴ്സ് P. പിയിൽ നിന്നും 180 ഡിഗ്രി ആംഗിളിൽ ഇഫ് ദ സെക്കൻഡ് ഫോഴ്സ് Q ഈസ് ആക്ടിങ്. സോ വാട്ട് ഹാപ്പൻ? ദ ഫോഴ്സസ് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. സോ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും? P മൈനസ് Q. ക്ലിയർ? നെക്സ്റ്റ് തേർഡ് കേസ് ഉണ്ട്. കേസ് 3 തീറ്റ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. ഇത് നിങ്ങൾക്കൊന്ന് തനിയെ ചെയ്ത് നോക്കാം. തീറ്റ 0 ആണെങ്കിൽ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്തു കണ്ടുപിടിച്ചു. തീറ്റ 180 ആവുമ്പോൾ ചെയ്ത് കണ്ടുപിടിച്ചു. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, തനിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഫോർമുല R is equal to root of p square plus q square or p square plus 2pq cos theta plus q square. വീണ്ടും തീറ്റയുടെ വാല്യൂ 90, cos 0 1 ആണ്, cos 90 0. So it will become root of p square plus 2pq into cos 90 plus q square. So finally എന്ത് കിട്ടും? p square plus 0 plus q square. So ഇത് root of p square plus q square എന്ന രീതിയിൽ നിൽക്കും. ഓക്കെ, സോ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഈ ഒരു രീതിയിൽ നമ്മൾ 3 കേസുകൾ p പ്ലസ് ക്യൂ, p മൈനസ് ക്യൂ, ദെൻ തീറ്റ 90 ആവുമ്പം റൂട്ട് ഓഫ് p സ്ക്വയർ പ്ലസ് q സ്ക്വയർ. അപ്പം ഈ ഡിഫറെൻറ്റ് കേസുകൾ ഇതുപോലെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഫോഴ്സുകൾ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഹൊറിസോണ്ടൽ പ്ലസ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും ആൽഫ. റിസൾട്ടൻ്റ് ഹൊറിസോണ്ടൽ പ്ലസ് പോസിറ്റീവ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. അതിൻ്റെ ഫോമുല നമ്മൾ നോക്കി. ഈ ഓരോ കേസസിനനുസരിച്ചും ആൽഫയുടെ വാല്യൂവും അപ്പം വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് പ്രോബ്ലംസിലോട്ട് കിടക്കേണ്ടത്. നെക്സ്റ്റ് നമുക്കിനി ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ റിസൾട്ടൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള 2 ഫോമുലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അതിന് ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റിസൾട്ടൻറ്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, സോ ദ ആംഗിൾ ഓഫ് റിസൾട്ടൻറ്റ് ഈസ് 90 ഡിഗ്രി. സോ വി ഹാവ് ടു ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദ 2 ഫോഴ്സസ് P ആൻഡ് Q. നമുക്കറിയാവുന്ന പോയിന്റ്സും ഫോമുലകളൊക്കെ എന്താണ്? ആ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല അറിയാം, ആൽഫ കണ്ടുപിടിക്കാനുള്ള ഫോമുല അറിയാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ നമുക്ക് ഫോമുല തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോമുല R is equal to root of p square plus 2pq cos theta plus q square. Then നമുക്ക് tan ആൽഫയുടെ ഒരു ഫോമുല അറിയാം. tan ആൽഫ is equal to q sin theta by p plus q cos theta. ഇതിൽ ഏത് കണ്ടീഷൻ നമ്മൾ ഇവിടെ എടുത്ത് അനലൈസ് ചെയ്യും? നമുക്കിവിടെ ആംഗിൾ ഓഫ് ദ റിസൾട്ടൻറ്റ് 90 ഡിഗ്രി എന്ന് തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഈ ഫോമുല എടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് തന്നെ എടുക്കാം? ടാൻ ആൽഫ ഇസിക്കൽ ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് പറയുന്ന ഈ ഫോമുല എടുത്തിട്ട് ആൽഫയുടെ വാല്യൂ തന്നിരിക്കുന്നത് 90 ഡിഗ്രി.
സോ ടാൻ 90 ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഒന്നുകിൽ നമുക്ക് ഇതിനെ ടാൻ 90യുടെ വാല്യൂ അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ ശരി ഞാൻ സിമ്പിളായിട്ട് വീണ്ടും ചെയ്യുവാണ്. ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. സോ സൈൻ 90 ബൈ കോസ് 90 ഇതിനായിട്ട് ഇക്വേറ്റ് ചെയ്തു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? സൈൻ 0 0, സൈൻ 90 1. ഓക്കെ, ഈ വാല്യൂ 1. കോസ് 90യുടെ വാല്യൂ 0. സോ 1 ഡിവൈഡഡ് ബൈ 0 ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് നമുക്ക് ടാൻ 90യുടെ വാല്യൂ ഇൻഫിനിറ്റി അങ്ങനെ തന്നെ എഴുതാം. ഇല്ലെങ്കിൽ ഇവിടെയുള്ള LHS അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂസും നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്യൂ സൈൻ തീറ്റ ഈക്വൽ ടു 1. ഓക്കെ, ഒരു റിലേഷൻ കിട്ടി. ദെൻ പി പ്ലസ് ക്യൂ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ആ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. സോ 0 ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ കോസ് തീറ്റ. എന്തുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് എടുത്തു? ക്യൂ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ എനിക്ക് പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നില്ല. ക്വസ്റ്റ്യനിൽ അതാ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. സോ ഈ രണ്ട് ടേമും ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിനോമിനേറ്റർ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയപ്പോഴത്തേക്കും പി പ്ലസ് ക്യൂ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. സോ മൈനസ് പി ഈസ് ഈക്വൽ ടു ക്യൂ കോസ് തീറ്റ. ഇതിൽ നിന്നും കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ ക്യൂ. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദ ക്വസ്റ്റ്യൻ. സോ റൈറ്റ് ആംഗിൾ ആകുന്ന കേസിൽ രണ്ട് പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം പ്രോബ്ലം ക്ലിയർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമുക്കപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടന്റ് വാല്യൂസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ് തന്നിട്ടുണ്ട്. ഈ ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലും ഇതുപോലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സിന്റെ സം ഇത്ര തന്നിട്ടുണ്ട്, രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഇത്രയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻസ് ഫോം ചെയ്ത് സോൾവ് ചെയ്യും. ഇവിടെയും അത് തന്നെ കേസ്. പക്ഷേ നമ്മൾ റിസൾട്ടന്റ് എന്ന രീതിയിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നിരിക്കുന്ന ഫോമുല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോമുല റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ. ഇതാണ് നമ്മുടെ ബേസിക് ഫോമുല. ഈ ബേസിക് ഫോമുലയിൽ എപ്പോഴാണ് മാക്സിമം റിസൾട്ടന്റ് വരുന്നത്? നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് നോക്കിയപ്പോഴത്തേക്കും മാക്സിമം കണ്ടീഷൻ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ വരുമ്പോഴാണ്. ഈ പി പ്ലസ് ക്യൂ എപ്പോഴാണ് വന്നേ? തീറ്റയുടെ വാല്യൂ 0 ആയപ്പോഴത്തേക്കും. നെക്സ്റ്റ് മിനിമം വാല്യൂ എപ്പോഴാണ് വന്നിരിക്കുന്നത്? പി മൈനസ് ക്യൂ. സോ തീറ്റയുടെ വാല്യൂ 180 വരുമ്പം പി മൈനസ് ക്യൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ വാല്യൂസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ 50 കിലോ ന്യൂട്ടൺ എന്നും പി മൈനസ് ക്യൂവിൻ്റെ വാല്യൂ 10 കിലോ ന്യൂട്ടൺ എന്നും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇക്വേഷൻ 1 എന്നും 2 എന്നും നമ്പർ ഇടുക. അല്ലാതെ തന്നെ ഡയറക്റ്റ് സോൾവ് ചെയ്താൽ മതി. സോ 2p ഈസ് ഈക്വൽ ടു 60 എന്ന് വരും. p ഈസ് ഈക്വൽ ടു 30 കിലോ ന്യൂട്ടൺ. സോ p 30 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ 20 കിലോ ന്യൂട്ടൺ. ഓക്കെ, സോ പ്രോബ്ലത്തിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഏത് കണ്ടീഷൻ എടുക്കണം? നേരത്തെ നമ്മൾ ആൽഫയ്ക്കുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്തത്. ഇവിടെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആറിൻ്റെ ഫോമുല വെച്ച് സോൾവ് ചെയ്യാം. സോ രണ്ട് വാല്യൂസും കിട്ടി.